US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഏർപ്പെടുത്തിയ തീരുവകളിൽ ഉയർന്ന വെല്ലുവിളികളെ മറികടക്കാൻ ഇന്ത്യയും ചൈനയും ഒന്നിച്ചു നിൽക്കണമെന്ന് ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് അഭിപ്രായപ്പെടുകയുണ്ടായി. ചൈന ഇന്ത്യ സാമ്പത്തിക വ്യാപാര ബന്ധം പരസ്പര പൂരകത്വത്തിനും പരസ്പര നേട്ടത്തിനും അധിഷ്ഠിതമാണ്. US തീരുവകളുടെ ദുരുപയോഗം നേരിടുകയും ചെയ്യുന്നു. ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ രണ്ട് വലിയ വികസ്വര രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം. വക്താവ് യു ജിങ് എക്സിലെ ഒരു പോസ്റ്റിലാണ് ഈ ഒരു വിവരം പങ്കുവച്ചത്. വിശദമായ പ്രസ്താവനയിൽ ചൈനയുടെ സാമ്പത്തിക ശക്തി അതിന്റെ സമഗ്രമായ വ്യാവസായിക സംവിധാനത്തിൽ നിന്നും നവീകരണത്തിനും ഗവേഷണത്തിനും സ്ഥിരമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ നിന്നുമാണ് വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥിരമായ വളർച്ച ഉറപ്പാക്കുന്നതും പോസിറ്റീവ് സ്പിൽ ഓവറുകൾ സൃഷ്ടിക്കുന്നതുമായ ഒരു സംവിധാനമാണ് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നത്. സമ്പൂർണവും തുടർച്ചയായ നവീകരിക്കപ്പെടുന്നതുമായ വ്യാവസായിക സംവിധാനവും ഗവേഷണ വികസനത്തിലെ സുസ്ഥിരമായ നിക്ഷേപവും നൂതനാശയങ്ങളിൽ ശക്തമായ ശ്രദ്ധ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് ചൈനീസ് ഉൽപാദനം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ബഹുരാഷ്ട്രവാദത്തിനും ആഗോള സാമ്പത്തിക സഹകരണത്തിനും ചൈനയുടെ പ്രതിബദ്ധതയും വക്താവ് ഊന്നി പറയുന്നുണ്ട്. സാമ്പത്തിക ആഗോളവൽക്കരണത്തിന്റെയും ബഹുരാഷ്ട്രവാദത്തിന്റെയും ഉറച്ച സംരക്ഷകനാണ് ചൈന. ലോക സമ്പദ് വ്യവസ്ഥയിൽ ശക്തമായ പ്രചോദനം നൽകുന്ന ഈ രാജ്യം ആഗോള വളർച്ചയുടെ ശരാശരി 30% സംഭാവന ചെയ്യുകയും ചെയ്യുന്നു. ലോക വ്യാപാര സംഘടന കേന്ദ്രബിന്ദുവിൽ ബഹുരാഷ്ട്ര വ്യാപാര സംവിധാനം സംരക്ഷിക്കുന്നതിനായി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ഞങ്ങൾ തുടർന്നും പ്രവർത്തിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ആഗോള ദക്ഷിണ രാജ്യങ്ങളെ വികസനത്തിനുള്ള അവകാശം നിഷേധിക്കുന്ന US തീരുവകളുടെ ദുരുപയോഗത്തെ നേരിടുമ്പോൾ രണ്ട് വലിയ വികസ്വര രാജ്യങ്ങൾ ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ ഒരുമിച്ച് നിൽക്കണം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യാപാര താരിഫ് യുദ്ധങ്ങളിൽ വിജയികളല്ല, എല്ലാ രാജ്യങ്ങളും വിപുലമായ കൂടിയാലോചനയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കണം, യഥാർത്ഥ ബഹുരാഷ്ട്രവാദം പ്രയോഗിക്കണം, എല്ലാത്തര ഏകപക്ഷീയതയെയും സംരക്ഷണവാദത്തെയും സംയുക്തമായി എതിർക്കണം അവർ പറയുന്നു. US ചൈന വ്യാപാര യുദ്ധ എക്സലേറ്ററുകളും ഇപ്പോൾ സജീവമാകുകയാണ്. പ്രസിഡന്റ് ട്രംപ് നേരത്തെ എല്ലാ രാജ്യങ്ങൾക്കും 10% ഇറക്കുമതി തീരുവയും ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വളരെ ഉയർന്ന ലെവികളും ചുമത്തിയിരുന്നു. അതിൽ ഇന്ത്യൻ കയറ്റുമതിക്ക് ഏകദേശം 27% തീരുവയും ഉൾപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഏപ്രിൽ 8 ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ എല്ലാ ചൈനീസ് ഇറക്കുമതികൾക്കും 104% തീരുവ ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായതായി വൈറ്റ് ഹൗസും അറിയിച്ചു. US ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ 34% താരിഫ് പിൻവലിക്കാൻ ട്രംപ് ചൈനയ്ക്ക് 24 മണിക്കൂർ സമയം നൽകിയിരുന്നു. അല്ലാത്ത പക്ഷം വാഷിംഗ്ടൺ 104% തീരുവ നടപ്പാക്കും. മറുപടിയായി ചൈന അവസാനം വരെ പോരാടുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതികാര നടപടികളും അവർ വാഗ്ദാനം ചെയ്തു. ചൈനയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയ പരസ്പര താരിഫ് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും ഇത് ഒരു സാധാരണ ഏകപക്ഷീയ ഭീഷണിപ്പെടുത്തൽ രീതിയാണെന്നും വാണിജ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈന പ്രതികാര തീരുവകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൂടുതൽ ഇറക്കുമതി തീരുവകൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രാലയം അതിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനയിൽ സൂചന നൽകി കഴിഞ്ഞു. ചൈന സ്വീകരിച്ച പ്രതിരോധ നടപടികളിൽ അതിന്റെ പരമാധികാരം, സുരക്ഷ, വികസന താൽപര്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും സാധാരണ അന്താരാഷ്ട്ര വ്യാപാര ക്രമം നിലനിർത്തുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. അവ പൂർണ്ണമായും നിയമാനുസൃതമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്.